നിങ്ങളുടെ ജീവിതത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന 10 അണ്ടർറേറ്റഡ് ഫീൽ ഗുഡ് സിനിമകൾ. എ മാൻ കോൾഡ് ഓവ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഗ്രാൻ തുരീനയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതേ പാറ്റേൺ ഉള്ള ഒരു നല്ല സിനിമയാണ് ഇത്. ഇതിനൊരു ഹോളിവുഡ് റീമേക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇക്രു, ജീവിതം മടുത്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്റെ അവസാന നാളുകളിൽ തന്റെ ജീവിതത്തിന്റെ മീനിങ് എന്താണെന്ന് തേടി പോകുന്നതാണ് ചിത്രത്തിന്റെ കഥ. പിന്നെ ലെജൻഡ് ആയിട്ടുള്ള അക്കീറ കുറസാവയുടെ സിനിമ കൂടിയാണ് ഇൻടച്ചബിൾ. 2001 പുറത്തിറങ്ങിയിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് സിനിമയാണ്. ഇതിന്റെ ഒരു റീമേക്കും കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ. തളർന്നു കിടക്കുന്ന പണക്കാരനും അയാളെ നോക്കാൻ വരുന്ന കെയർ ടേക്കറുടെയും ജീവിതമാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ സിനിമ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ആസ് ഗുഡ് ആസ് ഇറ്റ് ഗെറ്റ്സ്. ജാക്ക് നിക്കോൾസന്റെ കിട്ടിലം പെർഫോമൻസ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. OCDയും ദേഷ്യവും ഉള്ള ഒരു എഴുത്തുകാരന്റെ കഥയാണ് ചിത്രം പങ്കുവയ്ക്കുന്നത്. ST വിൻസ്റ്റൺ ബിൽമറെ അവതരിപ്പിക്കുന്ന ഉത്തരവാദിത്തമില്ലാത്ത ഒരു അപ്പൂപ്പൻ അയൽപ്പക്കത്തെ കുട്ടികൾക്ക് ഒരു റോൾ മോഡൽ ആവുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. നേബ്രസ്ക, ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ്. പക്ഷെ അങ്ങനെ വിചാരിച്ചത് കാണാതിരിക്കരുത്. ലോട്ടറി അടിച്ചെന്ന് തെറ്റിദ്ധരിച്ചിട്ട് യാത്ര ചെയ്യാൻ ഒരുങ്ങുന്ന ഒരു അച്ഛന്റെയും മകന്റെയും കഥയാണ് ഈ സിനിമ പങ്കുവയ്ക്കുന്നത്. ദ സ്ട്രേറ്റ് സ്റ്റോറി, ഡേവിഡ് ലിഞ്ച് എന്ന് പറയുന്ന ലെജൻഡറി ഡയറക്ടറിന്റെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള സിനിമ. തന്റെ ബ്രദറിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പുല്ല് വെട്ടുന്ന സാധനം ഉണ്ടല്ലോ, അതെടുത്ത് യാത്ര പോകുന്ന ഒരാളുടെ കഥയാണ് ഈ ചിത്രം പങ്കുവയ്ക്കുന്നത്. റിട്ടയർമെന്റിന് ശേഷം ഭാര്യ മരണപ്പെടുന്നു. അതോടുകൂടി ജീവിതം ശൂന്യമായിട്ടുള്ള ഒരാളുടെ കഥയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. ഹാരി ആൻഡ് ടൊൻഡോ, വളരെ രസമുള്ള സ്റ്റോറിയാണ്. തന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഒരു പൂച്ചയുടെ കൂടെ അമേരിക്ക മൊത്തം സഞ്ചരിക്കുന്ന ഒരാളുടെ കഥയാണ് ചിത്രം പറയുന്നത്. കിടിലൻ സാധനമാണ്. ലാൻഡ് ഹോ, റിട്ടയർമെന്റിന് ശേഷം 2 സുഹൃത്തുക്കൾ ഐസ്ലാൻഡിലേക്ക് യാത്ര പോകുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. അപ്പോൾ അടുത്ത ലിസ്റ്റ് വേണോ, ഏത് വേണം എന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. ഇതിൽ ഏതെങ്കിലും സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ 10ൽ എത്ര എണ്ണം കണ്ടു എന്നുള്ളത് മാർക്ക് ചെയ്യുക. അപ്പോൾ ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക.